ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ അമൃതയിലുള്ള വേറൊരു അടിപൊളി ഇവന്റ് ആണ് അനോഖ. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇവന്റ് ആണത്. അപ്പൊ നമുക്ക് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടാവും. അതിന് ശേഷമാണ് നമ്മൾ ഇവന്റ് ഒക്കെ ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പോണത്. അപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഒന്ന് പോയി ക്യാൻറ്റീൻ ഒന്ന് സന്ദർശിച്ചതിന് ശേഷം അവിടെ നിറയെ ഫുഡ് കോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഓരോ ഫുഡ് കോർട്ടിലുള്ള ഫുഡ് എന്നൊക്കെ നോക്കി അങ്ങനെ എല്ലാം ഒന്ന് കണ്ടു മനസ്സിലാക്കലായിരുന്നു ആദ്യത്തെ ദിവസത്തിന്റെ ലക്ഷ്യം. അപ്പോൾ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് 3 ദിവസങ്ങളിലായിട്ട് 3 പ്രോഗ്രാമാണ്. ഫസ്റ്റ് രാഗ നൈറ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ തന്നെ രാഗ ക്ലബ്ബുകാർ ചെയ്യുന്ന ഒരു നൈറ്റ്. പിന്നെ സെക്കൻഡ് ഡേ കൺസേർട്ടാണ്. നമുക്ക് പുറത്തുനിന്ന് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. തേർഡ് ഡേ നമുക്ക് നാട്യസുധയാണ്. നാട്യസുധ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാൻസ് ക്ലബ്ബുകാർ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ദിവസം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, റെഡിയായി ഇറങ്ങി നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയി. അവിടെ എന്ത് കഴിക്കുന്ന ആലോചിച്ച് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ കടയിലും കയറി ഇറങ്ങി അവിടെ എന്താ ഉള്ളതെന്നൊക്കെ നോക്കി. ഞാനൊരു ക്ലിപ്പൊക്കെ വാങ്ങിട്ടോ. ഈ ഒരു ചേച്ചിയുടെ കട എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ അമൃതയിലുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു അതിൽ ഫുൾ ഉണ്ടായിരുന്നത്. എല്ലാ തവണയും അവർ അനോക്കയ്ക്കായാലും അങ്ങനെ സ്പെഷ്യൽ ഇവന്റ്സിനൊക്കെ സ്റ്റോൾ ഇടുമ്പോൾ വരാറുണ്ട്. അപ്പം അവിടുന്ന് ഞങ്ങൾ എല്ലാ ഐറ്റം ഇങ്ങനെ നോക്കി. ഭയങ്കര ക്യൂട്ട് ഐറ്റംസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നോക്കിയ മാനിക്യൂർ കിറ്റൊക്കെ ആയിരുന്നു. അതുപോലെ നമുക്ക് വാങ്ങാൻ തോന്നുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോഴാണ് അതേ മാങ്ങ ഉപ്പും മുളകും, അതേപോലെ പൈനാപ്പിളും വാട്ടർമെലനും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വാങ്ങുന്നൊക്കെ ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ പൈനാപ്പിൾ ആണ് വാങ്ങിയത്. എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയൽ ആയിട്ടാണല്ലോ അതൊക്കെ, ഉപ്പും മുളക് ഇട്ട പൈനാപ്പിൾ മാങ്ങ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് ഭയങ്കരമായിട്ട് കണ്ടോ, രണ്ടുപേരും മത്സരിച്ച് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ശേഷം അതൊക്കെ കഴിച്ച് ഭയങ്കര ഒരു കൂൾ കാമായതിനു ശേഷം വേറെയും കുറെ സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു, ഫുഡ് സ്റ്റോഴ്സ് അല്ലാണ്ട്. അപ്പൊ നമ്മൾ അതിലൊക്കെ ഒന്ന് പോയി നോക്കി. അതിലൊക്കെ നല്ല ക്യൂട്ട് ഐറ്റംസ്, കുറേ പിള്ളേര് എല്ലാവരും ഫുഡ് കോർട്ടിലാണ് കേട്ടോ. ഫുഡ് കോർട്ടിലെ തിരക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ ഞാൻ കെലൈഡോസ്കോപ്പിന്റെ ഉള്ളിലെ വ്യൂ ഒക്കെ സൂം ചെയ്തെടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര വാങ്ങാൻ തോന്നുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴാണ് അറിയണത് ആരോ പോണു. അങ്ങനെ അവളെയൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ അതാ കഴിഞ്ഞിട്ടില്ല, നമ്മുടെ ഏഞ്ചലും എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ടായി. അപ്പൊ അവരൊക്കെ കോണൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും റിവ്യൂ ഒക്കെ ചോദിച്ചു. പിന്നെ പോപ്സിക്കിൾസ് ഉണ്ടായിരുന്നു, അതേപോലെ കേക്ക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ നല്ല ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് ഞാൻ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ കളക്ട് ചെയ്തു പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും കഴിച്ചില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഞങ്ങൾ അവിടുന്ന് കല്യാണിക്ക് ബർഗർ വാങ്ങി. അപ്പോൾ കുറച്ച് നേരം ബർഗറിന്റെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ മൈനസ്, അമൃതക്കാർക്ക് എല്ലാവർക്കും അറിയുണ്ടാവും, ഫുഡ് കോർട്ട് വന്നാൽ മൈനസിൽ ഐസ്ക്രീം അടിപൊളിയാണ്. പക്ഷെ ഞാൻ അവിടെ നിന്നൊന്നും കഴിക്കാണ്ട് ഞങ്ങൾ നേരെ ക്യാൻറ്റീനിൽ പോയി പൊറോട്ടയും ചിക്കൻ റോസ്റ്റും വാങ്ങി. ബഡ്ജറ്റ് നോക്കുമ്പോഴും അതാണ് ഫ്രണ്ട്ലി, പിന്നെ വയറിനും അതാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഗ്രൗണ്ടിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അന്ന് ഞങ്ങൾ ഗാലറിയിലാണ് ഇരുന്നത്. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഗാലറിയിൽ ഇരുന്നാൽ ഭയങ്കര ലോങ് ആണ് സ്റ്റേജ്. അങ്ങനെ വൃത്തിക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നൊരു സംശയം. എന്നാലും ഭയങ്കര മ്യൂസിക് ആയിരുന്നല്ലോ. അപ്പം ഞങ്ങൾ ഇരുന്ന് ആസ്വദിച്ച് സംസാരിച്ച്, ആൻഡ് ഇറ്റ് വാസ് റിയലി എ ബ്യൂട്ടിഫുൾ നൈറ്റ്. The first night of Event Night Anokha 2024. We are extremely excited to have you all here for the sensational, spellbinding Raga Night. Snedha Pangli Lokini Bhagavati ജലനാം മണം പലവണ്ണം ആകുതേ, കണ്ണുകളെല്ലാം ഇന്നും കൂടി കണ്ണീരാകുതേ. നാനുനെ കാണും വരെ താപകനിടേ, ദേശങ്ങൾ തിരിന്തേ തനിയേ. 1000 கோடி முறை நான் தினம் இருந்தேன், நான் என்னை உயிர்த்தேன் பிரிவில் மாறின்று மார்பில் வழிதே தூர நரகிலோ காதல் மலருதே.
அழிந்ததே என் கர்வம் அழிந்ததே Born with a purpose to how big things are tied in me. Never forget what it means in the bliss and glory. You're dreaming big things in the bliss and glory. You're dreaming big things. அடியே அடியே எங்கனி கூட்டி போறா எங்க எங்கனி கூட்டி போறா அதட்டு கொண்டு சங்கத்தேவா வருணமனையா கசம் அரசகல் பந்தம் தேவா சலரல் சாமோ ஜகதகதாரிலோ முந்தலுகைன சேனானி ஜடுகுதுலே பதா அதுகுத ஆப சையானி துங்கே தையன ஜாகந்தா வாகே ஜகபடியாகே தேவன முங்கிதனு வெந்தா தாகோவே all that wonderful music treat നമ്മുടെ ആ ദിവസം അവിടെ അവസാനിച്ചു ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദി നെക്സ്റ്റ് ഡേ ആൻഡ് ലെറ്റ്സ് സീ. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സിനൊക്കെ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ടെക് ഫെയർ കാണാനായിട്ട് പോയി. അപ്പോൾ ടെക് ഫെയറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും കുറച്ച് കുട്ടികൾ ഓരോ പ്രൊജക്റ്റുകൾ അവർ ചെയ്യുന്ന പ്രൊജക്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയി. ഞങ്ങളുടെ ക്ലാസ്സിലെയും കുറച്ച് പേരുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ മെയിനായിട്ട് ടെക് ഫെയറിൽ പോകാനായിട്ടുള്ള കാരണം. എന്നിട്ട് അവരുടെ എക്സ്പ്ലനേഷൻ ഒക്കെ കേട്ടു. അവരെ ഓരോരുത്തരായിട്ട് നമുക്ക് അവരുടെ വർക്ക് എക്സ്പ്ലെയിൻ ചെയ്തും തന്നു. രാധികയും മീനാക്ഷിയും ആദിത്യനും ശ്രീരാജും ഗോമതിയും അങ്ങനെ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ വർക്ക് കേട്ടു. സുധീറിൻ്റെയും എല്ലാവരുടെയും എക്സ്പ്ലനേഷൻസും എല്ലാം കേട്ടതിന് ശേഷം ഞങ്ങൾ പിന്നെയും നടന്നു. കാരണം വേറെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതും കൂടെ കാണാനായിട്ട് നടന്നു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് അമൃതയുടെ മോഡൽ ഉണ്ടാക്കി വെച്ചേക്കുന്നു കാർഡ്ബോർഡായിട്ട്. അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം നമ്മൾ പിന്നെയും എയറോസ്പേസിൻ്റെ സൈഡിലേക്ക് പോയി, AI സൈഡിലേക്ക് പോയി. നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സ് കാണാനായിട്ട് പറ്റി. നന്നായിട്ടുണ്ടായിരുന്നു. ആൻഡ് എനിക്ക് AI ചില പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ ഒരു കൈൻഡ് ഓഫ് റോബോട്ടിനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ കൈ പൊക്കുമ്പോൾ റോബോട്ട് അതുപോലെ പൊക്കുന്നുണ്ട്. അങ്ങനെ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കണ്ട. അവനിങ്ങനെ കൈ മടക്കി ആക്ഷൻസ് ചെയ്യുമ്പോൾ അതും റോബോട്ടും അതുപോലെ തന്നെ ചെയ്യും. പിന്നെ കണ്ടാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷീന് ഒരു കളർ ബ്രിക്കിനെ പിക്ക് ചെയ്തിട്ട് ആ റോൾ ചെയ്യുന്ന സാധനത്തിൻ്റെ മുകളിൽ വയ്ക്കും. വേറൊരു മെഷീൻ വന്നിട്ട് ആ ഒരു ബ്ലോക്കിനെ പിക്ക് ചെയ്യും. അത് കളർ സെൻസ് ചെയ്തിട്ട് ഇപ്പോൾ റെഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ആ റെഡ് ബ്ലോക്കിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ബ്ലൂ ബ്ലോക്സ് ആണ് ഒരുമിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ യെല്ലോ ബ്ലോക്കിൻ്റെ മുകളിൽ അങ്ങനെ ഓരോരോ കളറിൻ്റെ മുകളിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഇങ്ങനെ ഒരു മാപ്പൊക്കെ വെച്ചിട്ട് നമ്മളൊരു വണ്ടി അത് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ കറക്റ്റ് അത് എൻഡിങ് പോയിന്റിൽ വന്ന് നിൽക്കും. അങ്ങനെ ഒരു എക്സ്പെരിമെൻ്റാണെന്ന് പറഞ്ഞത്. അത് നമ്മൾ കണ്ടു. അതിനുശേഷം ആർമി ഒരു സെക്ഷനിലുണ്ടായിരുന്നു. അവിടെ കുറച്ച് അവരുടെ വെപ്പൺസും അങ്ങനെ ഓരോന്നായിട്ട് അവരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത്
ഫുഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈഡിലേക്കാണ്. അവരുടെ പ്രസന്റേഷൻസ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് പ്രൊജക്ട്സ് പോലെ ചെയ്തിരുന്നത്. ഫുഡ് പിരമിഡ് ആയിക്കോട്ടെ, അതേപോലെ ഫുഡ് ഫോർ ബ്രെയിൻ, പിന്നെ അവര് സിട്രസിന്റെ പീല് വെച്ചിട്ട് അവര് കുറെ മാസ്കും സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ല ഇഷ്ടപ്പെട്ടു. മില്ലറ്റ് വീല്, അങ്ങനെ പല പല നമ്മുടെ ഫുഡ് റിലേറ്റഡ് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഓരോരോ മിനറൽസ് കിട്ടണമെങ്കിൽ എന്തൊക്കെ തരം ഫുഡ് കഴിക്കണം, അങ്ങനെയല്ല, അതൊക്കെ നമ്മളൊക്കെ അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അതിനുശേഷം നമ്മൾ പോയപ്പോൾ അവിടെ കാലിഗ്രഫി, അതും വെറും 50 രൂപയ്ക്ക് വരച്ചു കൊടുക്കുന്നത് കണ്ട് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ആൻഡ് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ മുന്നിൽ ഇരിക്കുന്നുണ്ട്, അവർ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഭയങ്കര ക്യൂ ആയതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് അപ്പം സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടുന്ന് നേരെ നമ്മൾ AB1 അവിടെ ഹാൻഡ് പെയിന്റിങ്ങും ഫേസ് പെയിന്റിങ്ങും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് അവിടെ വരെ പോയി നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് നടന്നപ്പോഴാണ് നമ്മൾ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ അഗ്രികൾച്ചറിന്റെ ഒരു സ്റ്റോൾ കണ്ടത്. അവർ വെജിറ്റബിൾസ് ഒക്കെ അവർ തന്നെ കൃഷി ചെയ്ത് അവർ തന്നെ വിൽക്കുമായിരുന്നു. പിന്നെ അവർ തന്നെ ഉണ്ടാക്കിയ ഷെയ്ക്ക്, പിന്നെ അതേപോലെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഷെയ്ക്കും ട്രൈ ചെയ്തു, പുഡിങ്ങും ട്രൈ ചെയ്തു. അവിടുന്ന് നേരെ ഹാൻഡ് പെയിന്റിന്റെയും ഫേസ് പെയിന്റിന്റെയും അവിടേക്ക് പോയി. അപ്പൊ കുറെ പേരൊക്കെ ഇരുന്ന് പെയിന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ പിള്ളേരൊരു സംഭവം നടത്തുമ്പോൾ എങ്ങനെ പോയി കാണാതിരിക്കും. അങ്ങനെ എന്തായാലും പോയി അവിടെ പോയി നോക്കുമ്പോൾ ക്യാൻവാസിലൊക്കെ വരയ്ക്കുന്നുണ്ട്. പിന്നെ ഫേസ് പെയിന്റ് ഞാൻ കണ്ടു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ആൻഡ് ക്യാൻവാസിൽ വരയ്ക്കുന്ന കണ്ടപ്പോഴും എനിക്ക് ഇഷ്ടമായി. കാരണം അത് പോയില്ലല്ലോ, നമുക്ക് കുറച്ച് നേരം എടുത്തൊക്കെ വയ്ക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു പെയിന്റിങ് ചെയ്യാൻ കൊടുത്തു. ആൻഡ് അതിനുശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരത്തെ നമ്മുടെ കോൺസേർട്ടിനായിട്ട് റെഡിയായി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഫുഡ് കോർട്ടിലൊന്ന് സന്ദർശിച്ചതിന് ശേഷം നമ്മുടെ പ്രോഗ്രാം വന്നിട്ട് 6:30-ക്കാണ്. അപ്പോൾ നമ്മൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ഒരു 1.5 മണിക്കൂർ ഫുഡ് കോർട്ടിലൊക്കെ തിരിഞ്ഞ് നടന്ന് ആ ഗ്രൗണ്ടിൽ തന്നെയാണ് കോൺസേർട്ട് നടക്കുന്നത്. അവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് റോ ഇല്ല, സെക്കൻഡ് റോ കിട്ടിയുള്ളൂ. അവിടെ നിന്ന് നമ്മൾ വെയിറ്റിംഗ് ആണ്. നമ്മൾ സ്റ്റീവൻ ദേവസിക്കുള്ള വെയിറ്റിംഗ് ആണ്. ആൻഡ് ഫോർ സിംഗർ സത്യപ്രകാശ്. അപ്പൊ ഇവരാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വരുന്നത്. Indian cinema. Give it up for the one and only Satyaprakash. We also have with us a musical prodigy. ഈ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് എത്ര ആൾക്കാരാ നോക്കിയേ. നമ്മൾ ഗേൾസ് സൈഡിൽ ബോയ്സ് സൈഡിലായിട്ടാണ് നമ്മളെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഗേൾസിന്റെ സൈഡിൽ അറ്റ്ലീസ്റ്റ് ബ്രീത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ബോയ്സ് ലൈക്ക് തിങ്ങിയാണ് നിൽക്കുന്നത്. അപ്പൊ അത്രയും പേര് ഇവർക്ക് വേണ്ടി ഈ വെയിറ്റിംഗിലാണ്. ഗാലറിയും ഫുള്ളാണ്, ഗ്രൗണ്ട് ഫുൾ ആൾക്കാരാണ്. അപ്പൊ ഈ കോൺസേർട്ടിനായിട്ട് ഞങ്ങളൊക്കെ അത്രയും വെയിറ്റിംഗ് ആയിരുന്നു. ആൻഡ് ഹിയർ കംസ് ദി കൗണ്ട് ഡൗൺ. 3, 2, 1 and 0. Yeah, we are starting our concert officially. സ്റ്റേജിലേക്ക് കയറി ഇനി നമുക്കൊരു കിഡിലൻ പെർഫോമൻസ് കാണാം. ഞാൻ കുറച്ച് ബിറ്റ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ എൻജോയ്.
audience. That's an amazing energy and vibrant. So I wanna. Everyone doing good? I want to start from the girls. How are you guys? That's great. How are you guys? University, I want to apologize the girls for bringing us here again to entertain you. So we are here for next 2 hours. പാട്ട് കേട്ടിട്ട് ഞങ്ങൾ ക്ഷീണിച്ച് കളിച്ച് വയ്യാണ്ടായി ഞങ്ങളൊന്ന് കരിമ്പ് ജ്യൂസൊക്കെ കുടിക്കാന്ന് കരുതിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് നടക്കുകയാണ്. അങ്ങനെ ദേ ആ കാണുന്നതാണ് ഗൈസ് ഫുഡ് കോർട്ട്. അപ്പോൾ അവിടെ പോയി അവിടെ buy 2 get 1 ഫ്രീ കരിമ്പ് ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 കരിമ്പ് ജ്യൂസ് വാങ്ങി, ഒരു കരിമ്പ് ജ്യൂസ് ഫ്രീയും കിട്ടി. അവിടുന്ന് കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങി കുറച്ചു നേരം അവിടെ ഇരുന്ന് അത് കുടിച്ചൊന്ന് റിലാക്സ് ചെയ്ത് തിരിച്ച് വീണ്ടും നമ്മൾ കോൺസേർട്ടിന്റെ അവിടേക്ക് പോയി. ആൻഡ് നമ്മളപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ അപ്പോൾ കണ്ടുമുട്ടിയത്. എന്നിട്ട് പിന്നെ ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ച് ബാക്കി പാട്ട് കാണല്ലേ.
கொஞ்சம் உணர்வு. Thank you, Amrita. The second time, Stephen. So next we have an amazing singer, Satya Prakash. Please, I request, please, Yoga Vaishnavi, please do the honors. Thank you. Please go ahead. Thank you. And next singer, Murli Krishna, please. The young prodigy, please. Dr. Arun, thank you. Next. വെറുതെ പൊക്കി പറയല്ല, ദിസ് കോൺസെർട്ട് വാസ് റിയലി നൈസ്. അവർ നമ്മളെ മാക്സിമം എൻഗേജ്ഡ് ആക്കി നിർത്തി. നല്ല അടിപൊളി സോങ്സ് തന്ന് വീണ്ടും വീണ്ടും പാട്ടുകൾ തന്നോണ്ടേയിരുന്നു. ആൻഡ് അതിനൊക്കെ ശേഷം ഒരു 11:30 എല്ലാം തീർന്നപ്പോഴേക്കും അവരും തിരിച്ചുപോയി, നമ്മളും തിരിച്ച് റൂമിലേക്ക് വന്നു. നെക്സ്റ്റ് ഡേ ഇസ് നാട്യ നൈറ്റ് ആൻഡ് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പൊ ഉച്ചത്തെ ഫുഡൊക്കെ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിച്ച് നേരെ ഞാൻ നാട്യസുധയുടെ മേക്കപ്പ് റൂമിലേക്ക് കയറി ചെന്നു. അവിടെ പ്രാണ ടീമിന്റെ മേക്കപ്പ് റൂമിലേക്കാണ് ഞാൻ കയറി ചെന്നത്. അപ്പോൾ ശില്പേനെയും കണ്ടു, ഹരിനെയും കണ്ടു. ഹരിയൊക്കെ വൻ മേക്കപ്പിലായിരുന്നു. ചിരിക്കാണ്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് നൈസായിട്ട് ഇഗ്നോർ ആക്കി ചിരിക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ മേക്കപ്പൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. അങ്ങനെ ദാ ശില്പ നമ്മുടെ തെയ്യത്തിന്റെ ബാക്കിലുള്ള ഒരു സാധനമില്ലേ അത് കെട്ടിയൊക്കെ നോക്കുകയാണ്.
അങ്ങനെ അവരുടെ റെഡി ആയാലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. 6:30-ക്കാണ് പ്രോഗ്രാം തുടങ്ങുക എന്ന് പറഞ്ഞത്. ഏകദേശം 7 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു സ്റ്റാർട്ട് ആവാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവരുടെ കൂടെ സെൽഫിയൊക്കെ എടുത്ത് തിരിച്ചതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇന്നത്തെ പ്രോഗ്രാമും. അപ്പോൾ അതാ എല്ലാം നമ്മുടെ ഡാൻസ് ടീമും ഓരോരോ കോസ്റ്റ്യൂമിൽ അടിപൊളിയായിട്ട് നടക്കുന്നു. ഗ്രൗണ്ട് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് ആകെ ഡെക്കറേറ്റ് ചെയ്ത് സീനാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് നടക്കാമെന്ന് വെച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു. ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. പിന്നെ മീനാക്ഷി ഒരു ഐസ്ക്രീം കഴിച്ചു. മൈനസിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ഇതേ നോക്കുമ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനം ഊലാല ഫഡ്ജ്, അത് ഞാൻ ഇവിടെ എപ്പോൾ വരുമ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അത് വാങ്ങി. അത് ഷെയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതും കുടിച്ചു. എന്നിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതിന് ശേഷം നമ്മൾ നേരെ ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ടിൽ പോയി കുത്തി തിരക്കി എങ്ങനെയൊക്കെ സ്ഥലമൊക്കെ ഉണ്ടാക്കി വലിയ മോശമില്ലാതെ ഫ്രണ്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം നമുക്ക് വീഡിയോ എടുക്കണമല്ലോ, ഹരിയുടെ ശില്പയുടെയും വീഡിയോ എടുക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്. പിന്നെ നമുക്ക് ചാനലിലിടാൻ വീഡിയോ വേണം. അപ്പോൾ എല്ലാത്തിനും കൂടി ഞാൻ ഫ്രണ്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഡാൻസേഴ്സും എന്താ അറേഞ്ച് ചെയ്ത് നിന്നു. നമ്മുടെ ഓരോ ടീമായിട്ട് ഇപ്പോൾ കയറും. അപ്പോൾ എല്ലാ ഡാൻസും നമുക്ക് എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് കാണാം.
അണിയാണേ അണിയാണേ ഉറുദുമാ ചേ അങ്ങനെ ഒരു ഡാൻസും കൂടി ബാക്കി നിൽക്കുക. നമുക്ക് അവിടെ ടെക് ഫെയറിന്റെ റിസൾട്ട്സ് ഒക്കെ അനൗൺസ് ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ പ്രൈസസ് ഒക്കെ കൊടുത്തു. എല്ലാവരും ഓരോരോ ടീമായി വന്ന് അവരുടെ ട്രോഫി ഒക്കെ വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ ആ ഒരു സെഷൻ കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഒരു ഒറ്റ ടീമാണ് നമുക്ക് ബാക്കിയുള്ളത്. ആ ഒരു ഒറ്റ ടീമിന്റെ ഡാൻസ്. नहीं दुआ भरे नदी
എല്ലാ ടീമിന്റെയും തകർപ്പൻ ഡാൻസ് പെർഫോമൻസ് കണ്ടു. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിനൊക്കെ ശേഷം നേരെ ഫുഡ് കോർട്ട് പോയി ഡിന്നർ. ദോശയാണ് ഞാൻ കഴിച്ചത്. പിന്നെ എല്ലാവരും ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങി, ഡെസേർട്ടൊക്കെ വാങ്ങി, വേഫിൾസ്, പിന്നെ നമ്മൾ സാൻഡ്വിച്ച് വാങ്ങി. അതിന് ശേഷം ഞാനും മീനാക്ഷി അവിടെ ഉള്ള ഒരു ചെറിയ കടയിൽ കയറി. അവളിത് ഈ ഒരു ബൈക്ക് വാങ്ങി. ആ ബൈക്ക് വാങ്ങിയപ്പോ തൊട്ട് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു ഹാർട്ടും വാങ്ങി. ബൈക്ക് വാങ്ങിയപ്പോ തൊട്ട് തുടങ്ങിയതാണ് ഗൈസ്, എന്താണെന്നറിയില്ല. ഇതൊന്നൊന്നുമില്ല, വരാൻ കിടക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിനുശേഷം പോപ്സിക്കിൾസ് വാങ്ങി കല്യാണി മീനാക്ഷിയും. ആൻഡ് ആ പോപ്സിക്കിൾസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യം അവളുടെ എക്സ്പ്രഷനിൽ നിങ്ങൾക്കത് മനസ്സിലായി. ഭയങ്കര അടിപൊളിയല്ലായിരുന്നു, ഒരു ആവറേജ് ടേസ്റ്റ് ആണ് ആ എക്സ്പ്രഷൻ നിങ്ങളോട് പറയുന്നത്. ഇതാ അത്ര പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വേസ്റ്റ് ആക്കണ്ടെന്നും പറഞ്ഞ് കാട്ടലാണ്. അതിനൊക്കെ ശേഷം നമ്മൾ ഡാൻസ് കളിച്ചവരെ കണ്ടു. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു എന്നൊക്കെ അവരോട് നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ പറഞ്ഞു. ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തു. ആ ലൈറ്റ് ഒക്കെ തൂങ്ങി കിടക്കുന്നതും കൂടിയല്ലേ ഉണ്ടാവും. അപ്പം നമ്മൾ അവിടുന്ന് ചെരിഞ്ഞു മറിഞ്ഞു ലൈറ്റിന്റെ കൂടെ ഫോട്ടോ എടുത്തു. അതേ ശില്പി ഹരിയൊക്കെ കോസ്റ്റ്യൂം ഒക്കെ മാറ്റാൻ വേണ്ടി പോവാണ്. അപ്പോൾ അവരോട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്, അയച്ചു തരാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഹോസ്റ്റലിലേക്ക് നടക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ബൈക്ക് കിട്ടിയപ്പോൾ തുടങ്ങിയുള്ള പ്രശ്നമാണ്. അങ്ങനെ 3 ദിവസത്തെ അടിപൊളി അനോക്ക സെലിബ്രേഷന് ശേഷം നമ്മളിതാ എല്ലാ അനോക്കൊക്കെ കഴിഞ്ഞ് ഇതാ ഹോസ്റ്റലിൽ എത്തി ഗൈസ്. തിരിച്ചു കയറുന്നു. നാളെ തൊട്ട് സെലിബ്രേഷൻ ഒന്നും ഇല്ല എന്നാലേക്കും ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അതിനുശേഷം നമ്മുടെ പാർവതിയുടെ ടീഷർട്ട് കത്തിക്കാൻ പോവാണ്. ഞങ്ങൾ കത്തുന്ന ടീഷർട്ട്. അപ്പൊ ഇതിട്ട് തെരഞ്ഞു നടക്കുകയായിരുന്നു ഇത് കത്തിക്കാൻ വേണ്ടി. ലാസ്റ്റ് നമ്മൾ റൂമിൽ കയറി ലൈറ്റ് ഓഫ് ചെയ്ത് എല്ലാരെയും കാണിച്ച് ഏറ്റും കൂടി എല്ലാവരും ചില്ലൊക്കെ ചെയ്തിരുന്നു. പിന്നെ നമ്മൾ എല്ലാവരും റൂമിലേക്ക് പോയി. അപ്പൊ അത്രയുള്ള നമ്മുടെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ബൈ.
പന്തലി നല്ലോ